ഹാപ്പി വെൽക്കം ടു SJS, ദ സ്പ്ലെൻഡിഡ് ജോൺ ടുവേഴ്സ് സിംഫണി. നമ്മുടെ ജീവിത വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മനോഭാവം അഥവാ ആറ്റിറ്റ്യൂഡ്. നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മനോഭാവം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഇൻ്റലിജൻസ് ഓർ ടാലൻറ്റ്. ഇറ്റ്സ് അബൌട്ട് ഹൗ യു തിങ്ക്, ആക്ട് ആൻഡ് റെസ്പോണ്ട് ടു ലൈഫ് ചലഞ്ചസ്. നമ്മുടെ ബുദ്ധിയോ നമ്മുടെ കഴിവോ മാത്രമല്ല, നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ഓരോ ചലഞ്ചുകളെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനകരമായ കാര്യം. നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ട ചില പ്രധാന മനോഭാവങ്ങൾ നമുക്ക് കാണാം. അതിലൊന്നാമത്തേതാണ് പോസിറ്റീവ് തിങ്കിങ്. പിന്നീട് ക്രിട്ടിക്കൽ തിങ്കിങ് വേണം, പ്രൊആക്റ്റീവ്നെസ് വേണം, നമുക്ക് സെൽഫ് കോൺഫിഡൻസ് വേണം, ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാകണം, ഡിസിപ്ലിൻ ഉണ്ടാവണം, റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം, നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം, നമുക്ക് പെർസിവറൻസ് വേണം, റെസിലിയൻസ് ഉണ്ടാവണം, നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം, അതുപോലെ നമുക്ക് എന്തൂസിയാസവും ഉണ്ടാവണം. ഇങ്ങനെയുള്ള ഈ മനോഭാവങ്ങൾ വളർത്തിയെടുത്താൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഈ മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള മനോഭാവങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന അതിനു വേണ്ട ഒരു 8 സ്റ്റെപ്പുകൾ നമുക്കിവിടെ കാണാം. അതിലൊന്നാമത്തെ സ്റ്റെപ്പാണ് ചൂസ് യുവർ ആറ്റിറ്റ്യൂഡ്. നമുക്ക് ഏത് മനോഭാവമാണോ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആ മനോഭാവം ആദ്യം ചൂസ് ചെയ്യുക. ഒരു സമയം ഒരു മനോഭാവം വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. ആ ഒരു മനോഭാവം ചൂസ് ചെയ്ത് അതിനുവേണ്ടി നമ്മൾ ജോലി ചെയ്യാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ അത് മാറ്റാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റ് ഗോൾ. നമ്മൾ ഏത് മനോഭാവമാണോ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് അതിനുവേണ്ടി നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുക. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും നമുക്ക് എന്ത് മാറ്റമാണ് വേണ്ടതെന്നും നാം മനസ്സിലാക്കി നാം അതിനുവേണ്ടി ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ജേർണലിംഗ്. ജേർണലിംഗ് എന്ന് പറയുമ്പോൾ അതൊരു എഴുതലാണ്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയും നമുക്ക് ആവേണ്ട അവസ്ഥയും നാം എഴുതി റെഡിയാക്കുന്നു. അതിനുവേണ്ടി നാം ചെയ്യുന്ന ഓരോ മാറ്റങ്ങളും ഓരോ ദിവസവും നമ്മൾ എഴുതി നോക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ശ്രമങ്ങൾ നമ്മൾ എഴുതി വെക്കുമ്പോൾ അടുത്തൊരു മനോഭാവം നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രോസസ്സിൽ വന്ന തെറ്റുകൾ കുറ്റങ്ങൾ നമുക്ക് തിരുത്താനും അതിനനുസരിച്ച് മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മുടെ കണ്ടീഷനെ കൃത്യമായി എഴുതി സൂക്ഷിച്ച് നമുക്ക് നമ്മുടെ മനോഭാവത്തിലേക്ക് വേഗത്തിൽ എത്താൻ സാധിക്കും. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിഷ്വലൈസേഷനാണ്. നമുക്ക് എന്തായി തീരണമോ അത് നമ്മൾ നമ്മുടെ മനസ്സിൽ കാണുക. വിഷ്വൽ ഇമേജിന് നമ്മുടെ കാര്യങ്ങളെ വേഗത്തിലാക്കാനുള്ള ഒരു പവറുണ്ട്. അങ്ങനെ നമുക്ക് എന്തായി തീരണമോ അത് നമ്മൾ ഇപ്പോഴേ ആയി കഴിഞ്ഞുവെന്ന് വിഷ്വലൈസ് ചെയ്ത് കണ്ട് നമ്മൾ നന്ദി പറയുക. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അലോട്ട് ഇനഫ് ടൈം. ഏതൊരു കാര്യത്തിനും നമുക്ക് അതിൻ്റെതായ ഒരു സമയം ആവശ്യമുണ്ട്. ആ ഒരു സമയം നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യത്തിനുള്ള മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു മനോഭാവം നമുക്ക് മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് മിനിമം 21 ദിവസം വേണം. 21 ഡേയ്സിൻ്റെ ഒരു സമയം നമ്മൾ ആദ്യമേ തന്നെ അലോട്ട് ചെയ്ത് കൊടുക്കാൻ തയ്യാറാവണം. ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെൽഫ് ടോക്കാണ്. നാം നമ്മോട് പറയുന്ന കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത്. നാം നമ്മോട് എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാനും ശ്രമിക്കണം. നമുക്ക് തെറ്റ് പറ്റുമ്പോൾ അത് തിരുത്തി മുന്നോട്ട് പോകാനുള്ള ധൈര്യവും നമ്മൾ കൊടുക്കണം. അങ്ങനെ നമുക്ക് സെൽഫ് ടോക്കിലൂടെ നമ്മുടെ മനോഭാവത്തിലേക്കുള്ള യാത്ര എളുപ്പമാക്കാൻ സാധിക്കും. ഏഴാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഫേം. നമ്മൾ എപ്പോഴും നമ്മുടെ പോസിറ്റീവായ മാറ്റത്തിനെ നമ്മൾ അഫേം ചെയ്യുകയും അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യണം. നമുക്ക് അതിനുവേണ്ടി സ്റ്റേറ്റ്മെന്റ്സ് എഴുതി ഉണ്ടാക്കാം. ഐ ആം കോൺഫിഡൻറ്റ്, ഐ ആം ഡിസിപ്ലിൻ, ഐ ഹാവ് ടൈം മാനേജ്മെന്റ്. അങ്ങനെ നമുക്ക് വേണ്ട മനോഭാവങ്ങൾ നമുക്ക് ഇപ്പോഴേ ഉണ്ടായി കഴിഞ്ഞു എന്ന് നമുക്ക് പറഞ്ഞ് നമുക്കതിനെ അഫേം ചെയ്യാം. എട്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ആക്ട് ആസ് ഇഫ്.
നമ്മൾ ഇതുവരെ പറഞ്ഞ 7 സ്റ്റെപ്പുകളിലും നാം നമ്മുടെ കൃത്യമായ ഒരു മാറ്റം നമ്മൾ മനസ്സിൽ കാണുന്നുണ്ടായിരുന്നു. ഇന്ന് ഉണ്ടാകേണ്ട ആ മാറ്റം നമുക്കുണ്ടായി കഴിഞ്ഞതായി നമ്മൾ ഇപ്പോൾ തന്നെ ആക്ട് ചെയ്യുക, നമ്മൾ അതുപോലെ തന്നെ ജീവിക്കുക. അപ്പോൾ നമ്മുടെ പുതിയ മനോഭാവത്തിലേക്കുള്ള നമ്മുടെ മാറ്റം കുറെ കൂടി എളുപ്പമായി മാറും. ഇങ്ങനെ നമുക്ക് ഈ 8 സ്റ്റെപ്പുകളിൽ കൂടി കടന്നുപോയി നമ്മുടെ മനോഭാവത്തിൽ കൃത്യമായ മാറ്റം ഉണ്ടാക്കുവാൻ സാധിക്കും. കൃത്യമായ മനോഭാവം ചലഞ്ചുകളെ അവസരങ്ങളായും സ്വപ്നങ്ങളെ നേട്ടങ്ങളായും മാറ്റാൻ സഹായിക്കും. യുവർ ആറ്റിറ്റ്യൂഡ് ഡിറ്റർമൈൻസ് യുവർ ആൾട്ടിറ്റ്യൂഡ്. നിങ്ങളുടെ മനോഭാവം നിങ്ങളുടെ ഉയരത്തെ നിശ്ചയിക്കുന്നു. താങ്ക് യു.